ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും വീഡിയോസൊക്കെ ഇടാനും എടുക്കാനും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോഴേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വരുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്നത്തെയും പോലെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഷോപ്പൊക്കെ തുറന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് നമുക്ക് ഷോപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഷോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കണം. എന്നിട്ട് വേണം അടുക്കളയിൽ പോയി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ. അപ്പോൾ എണിച്ചതും ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കലാണ് കേട്ടോ. അവിടെ നല്ല മഴയാണ്, നല്ല മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവിടെയും മഴയുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് പറയൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അവിടെ നല്ല മഴയാണ് പാലക്കാട്. വൈകുന്നേരം ആകുമ്പോഴാണ് കേട്ടോ കൂടുതലായിട്ട് മഴ വരുന്നത്. ഇന്ന് പക്ഷേ രാവിലെ പെയ്തു കേട്ടോ. എപ്പോഴും ഇപ്പോൾ വൈകുന്നേരമാണ് മഴ വരുന്നത്. ഷോപ്പ് അടയ്ക്കണ സമയത്ത് ഭയങ്കര മഴയായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഷോപ്പ് അവിടെയൊക്കെ തുറന്നു വെച്ചു. ഇത് അവിടെയും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി എല്ലാവിടെയും ഒന്ന് അടിച്ചു വിടണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അടിച്ചു വിട്ട് കഴിഞ്ഞാൽ പണി കഴിഞ്ഞല്ലോ. പിന്നെ നമുക്ക് അടുക്കളയിൽ പോയി ഇത്തിരി സമാധാനത്തിൽ പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാവിടെയും അടിച്ചു വിടുകയാണ്. പിന്നെ അവിടെ നിറയെ പൂക്കളാണ് കേട്ടോ. ചപ്പും കുപ്പെന്ന് പറയാനായിട്ടൊന്നുമില്ല, പക്ഷേ മരത്തിലത്തെ പൂക്കളാണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ. ഇപ്പം നിറയെ പൂക്കളായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, മെയ് മാസത്തിലാണ് അതിൽ നിറയെ പൂക്കുന്നത് കേട്ടോ. പൂക്കൾ ഈ റെഡ് കളറിൽ ഗുൽമോഹർ എന്ന് പറയില്ലേ, അതാണ്. അത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, മുറ്റത്ത് നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അത് മാത്രമൊന്നും നമുക്ക് അടിച്ചു വിടേണ്ട പണിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശയും ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിക്കണോ. പിന്നെ മീൻ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 കിലോ മത്തി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാനാണ് പോണത് കേട്ടോ. അപ്പോൾ ഫ്രൈ എന്ന് പറഞ്ഞാൽ ഇന്നൊരു വെറൈറ്റി രീതിയിൽ മത്തി ഫ്രൈ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി മണവും ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ചെയ്താൽ, അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ളത്. വീഡിയോയിൽ നമുക്ക് സ്പെഷ്യലായിട്ടുള്ളത് ഇന്ന് അതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഷോപ്പൊക്കെ തുറന്ന് ഷോപ്പൊക്കെ തുറന്നു. വന്ന് പൂഞ്ഞാലൊക്കെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ അതിന് ശേഷം അടുക്കളയിൽ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ ദോശയും ചമ്മന്തിയാണെന്ന്. അപ്പോൾ അത് ചമ്മന്തിയാണ് കേട്ടോ. ചമ്മന്തിക്കുള്ളതാണ് സവാളയും തക്കാളിയും ഉണക്കമുളക് കറിവേപ്പില എല്ലാം ഇട്ടിട്ട് നന്നായി വഴറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളത് മിക്സിയിൽ അടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ. കുറേ നേരം വഴറ്റും തോറും അതിന് നല്ല ടേസ്റ്റ് കൂടും കേട്ടോ. അങ്ങനെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതാ ദോശയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണ മേലാകെ ഒഴിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ. നെയ്യ് കഴിഞ്ഞിരിക്കുകയാണ്, അപ്പോൾ നല്ലെണ്ണ ഒഴിച്ചു വിട്ടു. പിന്നെ അതാ ചോറിന് വെള്ളം വെച്ച് അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചത്തേക്കുള്ള ചോറും റെഡി ആവുന്നുണ്ട്. അപ്പോൾ അന്ന് രാവിലെ തന്നെ നേരത്തെ എല്ലാ പണിയൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതാ കണ്ടില്ലേ, മാങ്ങ നമ്മുടെ തൊടിയിൽ വീണ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു പറഞ്ഞില്ലേ ഇന്നലെ വൈകുന്നേരം. കാറ്റത്ത് മാങ്ങ നിറയെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2 മരമുണ്ട് കേട്ടോ, മാവ് തൊടിയിൽ 2 മാവ് മരമുണ്ട്. ഒന്നിൽ ഇത് അതുപോലെ ചെറിയ മാങ്ങ, പിന്നെ ഒരെണ്ണത്തിൽ ഇതുപോലെ വലുതാണ് കേട്ടോ. പക്ഷെ അതൊന്നും നമുക്ക് പൊട്ടിക്കാനേ പറ്റില്ല, മേലെയാണ്. അപ്പോൾ അതൊക്കെ അണ്ണാൻ കുത്തി എല്ലാം താഴെ കിടക്കുകയാണ് കേട്ടോ. ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതാ മത്തി ഞാൻ കുറച്ചെടുത്തിട്ട് മഞ്ഞൾപ്പൊടി പരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് മസാലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു സ്പെഷ്യലായിട്ട് നമുക്ക് മീൻ വറുക്കാന്നുള്ളത്. അപ്പോൾ അതിനുള്ള മസാലയാണ് കേട്ടോ. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉള്ളി, വെളുത്തുള്ളി, അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കാശ്മീരി മുളക് പൊടി, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇത് കുറച്ചായിട്ട് മിക്സിയിൽ അരയില്ല കേട്ടോ. അപ്പോൾ ഞാനിത് അമ്മിയിൽ അരച്ചെടുക്കുകയാണ്. പിന്നെ അതുമല്ല, അമ്മിയിൽ അരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണല്ലോ. അപ്പോൾ എന്തായാലും അമ്മിയിൽ ഞാനിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. ഇത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് മീനിൽ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് വറുത്തെടുക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ മണമൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഇതും ഈ മസാല തേച്ച് മീൻ വറുക്കുമ്പോൾ അതിൻ്റെ മണം, ആ മണം കൊണ്ട് തന്നെ നമുക്ക് ചോറിനാൻ തോന്നും കേട്ടോ. അത്ര അടിപൊളി മണമാണ് കേട്ടോ. അതും മത്തിയിലാകുമ്പോൾ പ്രത്യേക ഒരു മണമാണ്.
അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ മത്തി ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ മത്തി കഴിക്കാത്തവരാണെങ്കിൽ കൂടി കഴിക്കും കേട്ടോ. അത്ര എന്താ പറയുക, അത്ര ടേസ്റ്റാണ് കേട്ടോ. ഉള്ളിയും അതുപോലെ വെളുത്തുള്ളി, ചെറിയുള്ളിയാണ് കേട്ടോ നല്ലത്. അപ്പം ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ സവാള എടുത്തതാണ്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, മുളക് പൊടി, ഉപ്പ് എല്ലാം കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ, അരച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളിതാ മത്തിയിൽ നന്നായിട്ട് ഇതുപോലെ പുരട്ടി കൊടുക്കുക. എല്ലാവിടെയും ആവുന്ന പോലെ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ മഴ സമയത്ത് കിട്ടുന്ന മത്തി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ മുട്ടയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ സമയത്ത് എന്താ പറയുക, മത്തി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനെ അങ്ങോട്ട് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ മീൻ എല്ലാത്തിനെയും അതാ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നതിനെ വറുത്തെടുക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് വറുക്കുമ്പോൾ ഉള്ള മണം ഉണ്ടല്ലോ, പറയാൻ പറ്റില്ല, അത്രയും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ ഇതാ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വറുക്കുമ്പോൾ തന്നെ ഞാൻ ഒരെണ്ണെടുത്ത് കഴിച്ചു കേട്ടോ. മണം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഒരെണ്ണെടുത്ത് കഴിച്ചു. സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ, സൂപ്പറായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ. ഇന്ന് നമ്മുടെ മത്തി അടിപൊളി ടേസ്റ്റായിട്ട് എങ്ങനെ ഫ്രൈ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ